സംസ്ഥാനം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. വിലക്കയറ്റത്തിന് പ്രധാനമായ കാരണങ്ങളിൽ ഒന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിലുണ്ടാവുന്ന മാറ്റങ്ങളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഈടാക്കുന്ന സംസ്ഥാനമാണ് കേരളം. NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം സംസ്ഥാന സർക്കാരുകൾ സംസ്ഥാന നികുതിയിൽ വളരെ വലിയ കുറവ് വരുത്തിയിട്ടുണ്ട്. മധ്യപ്രദേശിലും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും അടക്കം UP-യിലും അടക്കം NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം 15 രൂപ വരെ സംസ്ഥാന നികുതി ഇനത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ടായി. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ബീഹാറിൽ 115 ഇങ്ങനെ പോരും. പിന്നെന്താ മധ്യപ്രദേശ് 115, മഹാരാഷ്ട്ര 111, പോട്ടെ രാജസ്ഥാൻ 112. എന്തൊരു മണ്ടൻ കഥ അയാൾ പറഞ്ഞത്. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ. മോനെ, ഞാൻ മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. നീ ഒന്നും ഈ ജന്മത്ത് നന്നാവില്ല. കേരളത്തിൽ വാറ്റും റോഡ് സെസ്സും പെട്രോളിയം സെസ്സും അടക്കം ഏകദേശം 34 രൂപയാണ് പെട്രോളിനും ഡീസലിനും സംസ്ഥാന ഗവൺമെന്റ് ഈടാക്കുന്നത്. താനൂർക്ക് ചക്ക തിന്നാൻ പോയതാ. ചക്കൊന്നും ഇപ്പോ പഴയ മധുരമില്ല. കഴിഞ്ഞ പ്രാവശ്യം ആഗോള സാഹചര്യത്തിലെ പ്രശ്നങ്ങൾ കാരണം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചപ്പോൾ കേന്ദ്ര സർക്കാരും NDA ഭരിക്കുന്ന സർക്കാരുകളും നികുതി ഇനത്തിൽ വലിയ കുറവ് വരുത്തിയിട്ടുണ്ടായി. അന്ന് UDF-ഉം പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീമാൻ VD സതീശനും പിണറായി വിജയൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട ഒരു കാര്യം, അതിന് ഞാനെന്ത് വേണമെന്നാ? പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് സംസ്ഥാനം ഈടാക്കുന്ന നികുതിയിൽ കുറവ് വരുത്തണമെന്നുള്ളതായിരുന്നു. വലിയ തോതിൽ UDF ഈ കാര്യം പ്രചാരണ വിഷയമാക്കിയിരുന്നു. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ഇപ്പൊ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ പ്രാവശ്യം UDF ആവശ്യപ്പെട്ട അതേ കാര്യം സംസ്ഥാനത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും അധിക നികുതിയിൽ സംസ്ഥാന ഗവൺമെന്റ് കുറവ് വരുത്തണം. അല്ല, ഇപ്പൊ വണ്ടി ഉന്താൻ വേറെ ആൾക്കാരുണ്ടല്ലോ, അവരുന്തട്ടെ. ഞാൻ ഉന്തിയത് പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ്, ഞാൻ ഉന്തു, ഇനിയും ഉന്തു. ചുരുങ്ങിയത് ഒരു 10 രൂപയുടെയെങ്കിലും കുറവ് പെട്രോളിനും ഡീസലിനും വാറ്റ് ഇനത്തിലും സെസ് ഇനത്തിലുമായി ഈടാക്കുന്ന തുകയിൽ ഒരു 10 രൂപയെങ്കിലും കുറയ്ക്കാൻ സംസ്ഥാന ഗവൺമെന്റ് അടിയന്തരമായി തയ്യാറാവണം എന്ന് BJP ആവശ്യപ്പെടുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ അത് വളരെയധികം സഹായകരമാവും. 10 രൂപയുടെ കുറവ് വരുത്താൻ ഏറ്റവും ചുരുങ്ങിയത് സംസ്ഥാന ഗവൺമെന്റിന് സാധിക്കും. ഒന്ന് ആരെങ്കിലും ശ്രദ്ധിക്കണേ, കഴിയുന്നതും തലയിൽ എന്തെങ്കിലും ഉള്ള ഒരാളെ കൂട്ടിയിട്ട് വന്നാൽ വളരെ നന്നായിരിക്കും.